ഹലോ മൈ ഡിയർ ക്ലാസ് 8 ഫാമിലി മക്കളെ, ഇത് ഓണം എക്സാം ഇതാ നിങ്ങളുടെ തൊട്ട് മുന്നേ എത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ. ഈ വീഡിയോയിൽ ഹരിസാർ നിങ്ങൾക്ക് വേണ്ടി സോഷ്യൽ സയൻസിലെ ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് ദി എക്കണോമി അഥവാ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പ് 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാൻ പോവാണ്. ഓണം എക്സാമിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു മാരത്തോൺ പോലത്തെ ക്വസ്റ്റ്യന്റെ വീഡിയോസ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് ഓണം എക്സാമിന് സാർ ഒന്നും പഠിച്ചിട്ടില്ല, ആ ടെൻഷനാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളവരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ട് അടിപൊളിയായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ പറ്റും. അപ്പൊ ഏതൊക്കെയാണ് സാർ, സമയം വേസ്റ്റ് ആക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഇതാ പിടിച്ചോളൂ. വാട്ട് ഡു യു മീൻ ബൈ സ്കേഴ്സിറ്റി എന്നാണ് ആദ്യത്തെ ഒരു ചോദ്യം. അപ്പൊ നമ്മുടെ ചാപ്റ്ററിൽ എന്താണ് നീഡ് അല്ലെങ്കിൽ എന്താണ് വാണ്ട്സ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് എക്കണോമിക് പ്രോബ്ലംസ്, അതിനെ സോൾവ് ചെയ്യുന്ന സിസ്റ്റം എങ്ങനെയൊക്കെയാണ്, സമ്പദ് വ്യവസ്ഥകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ടാവുക. അതിൽ നിങ്ങൾ അറിയേണ്ട ഒരു ടേം ആണ് സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ടേം. അഥവാ നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷാമം, അല്ലെങ്കിൽ കിട്ടാത്ത ഒരു സാധനം കിട്ടാത്ത അവസ്ഥയെയാണ് നമ്മൾ സ്കേഴ്സിറ്റി അഥവാ ക്ഷാമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, എന്താണ് ഈ ലയണൽ റോബിൻസ് എന്ന് പറഞ്ഞൊരു വ്യക്തിനെ നമ്മൾ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ടാവും അല്ലെ. ലയണൽ റോബിൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്കണോമിസ്റ്റിന് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനെ നമ്മൾ കാണുന്നുണ്ടാവും. അദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ള സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ഒക്കെ തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറഞ്ഞ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, സ്കേഴ്സിറ്റി മീൻസ് ദാറ്റ് ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് കമ്പയർഡ് ടു ദ അൺലിമിറ്റഡ് ഹ്യൂമൻ വാണ്ട്സ് എന്ന് പറഞ്ഞു നോക്കേണ്ടി. ഈ പറഞ്ഞിട്ടുള്ള ഹ്യൂമൻ വാണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹ്യൂമൻ വാണ്ട്സ് എന്ന് പറയുന്നത് ഒരുപാടുണ്ട് അല്ലെ. നമ്മുടെ വാണ്ട്സ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്, അതിനൊരു എൻഡ് ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആ എൻഡ് ഇല്ലാത്തൊരു സാധനത്തിന് മാച്ച് ചെയ്യണം എന്തും നമുക്ക് കിട്ടേണ്ട റിസോഴ്സസും. പക്ഷെ അങ്ങനെയാണോ ഉള്ളത്? ഒരിക്കലും അല്ല അല്ലെ. നമ്മുടെ റിസോഴ്സസ് വളരെ കുറവാണ്. വിഭവങ്ങൾ എന്ന് പറഞ്ഞത് നമ്മുടെ എർത്തിൽ വളരെ കുറവാണ്. പക്ഷെ മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ എത്രയോ മടങ്ങ് അധികമാണ് എന്നാണ് ബേസിക്കലി പറഞ്ഞു വെക്കുന്നത്. ക്ഷാമം അഥവാ സ്കേർസിറ്റി മീൻസ് മനുഷ്യരുടെ ആവശ്യങ്ങളെ അപേക്ഷിച്ച് വിഭവങ്ങൾ വളരെ കുറവായിരിക്കുന്ന അല്ലെങ്കിൽ പരിമിതമായിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ സ്കേർസിറ്റി എന്ന് വിളിക്കുക. ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതണം എന്നുള്ളത് ആൻസർ അടക്കം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, വിച്ച് ആർ ദ 3 ബേസിക് എക്കണോമിക് പ്രോബ്ലംസ്. ഇത് നിങ്ങളോട് ഇങ്ങനെ തന്നെ ചോദിക്കണം നിർബന്ധമില്ല. നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് ഈ പറഞ്ഞ 3 പ്രധാനപ്പെട്ട ബേസിക് എക്കണോമിക് പ്രോബ്ലംസ്, ഡിഫൈൻ അല്ലെങ്കിൽ ഇലാബറേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം ഇതിൽ ഓരോന്നിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത്. എല്ലാവർക്കും അറിയുന്ന പോലെ 3 പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വാട്ട്, ഹൗ, ഫോർ ഹൂം. ഓക്കെ, അതാണ് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. എന്തുൽപാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ് ബേസിക്കലി നമ്മുടെ ലോകം മുഴുവനുള്ള സമ്പത്ത് വ്യവസ്ഥ നേരിടുന്ന 3 പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ സമ്പത്ത് വ്യവസ്ഥകൾ എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അതും ചിലപ്പോൾ എന്റെ മക്കളോട് ചോദിച്ചേക്കാം, എത്ര ടൈപ്സ് ഓഫ് എക്കണോമിക്സ് നമ്മുടെ വേൾഡിലുണ്ട്, ലോകത്തുണ്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് ഒക്കെ വന്ന് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ നിങ്ങൾ ഓർത്തു വെക്കുക. അവരെങ്ങനെയാണ് ഈ പറഞ്ഞ 3 പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള വാട്ട് പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്ത് ഉൽപ്പാദിപ്പിക്കണം, ആ രാജ്യത്ത് എന്താണോ ആവശ്യം അതിനനുസരിച്ചിട്ടായിരിക്കണം ആ ഒരു രാജ്യത്ത് ഈ പറഞ്ഞിട്ടുള്ള എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള. രണ്ടാമത്തെ ഒരു കാര്യമാണ് ഹൗ ടു പ്രൊഡ്യൂസ്. എങ്ങനെയത്? 2 പ്രധാനപ്പെട്ട രീതികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എക്സാമിന് ഇങ്ങനെ തന്നെ ചോദിക്കും. ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞ സാധനത്തിന് മാത്രം എടുത്ത് വെച്ചിട്ട് ആ സാധനം നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണത്തിന് 2 പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒന്ന് ക്യാപിറ്റൽ ഇന്റൻസീവ് അഥവാ മൂലധന അധിഷ്ഠിത ഉൽപാദനം. രണ്ടാമത്തത് ലേബർ ഇന്റൻസീവ് അഥവാ തൊഴിലാളി അധിഷ്ഠിത ഉൽപാദനം. തൊഴിലാളി അധിഷ്ഠിത ഉൽപാദനത്തിൽ തൊഴിലാളികൾ മാത്രം കാണാൻ പറ്റും. ക്യാപിറ്റൽ അഥവാ മൂലധനത്തിൽ മൂലധനം മാത്രമായിരിക്കും കൂടുതലായിട്ട് കാണാൻ പറ്റുക. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഏത് വേണമെങ്കിലും ഒരു പ്രൊഡ്യൂസറിന്, ഒരു ഉൽപാദകന് ചൂസ് ചെയ്യാം എന്ത് വേണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ ചൂസ് ചെയ്യാം. ഇനി ആർക്ക് വേണ്ടി, ഫോർ ഹൂം ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം, ആരാണോ നീഡി ആയിട്ടുള്ളത്, ആരാണോ ആവശ്യക്കാരന് വേണ്ടിയിട്ടാണ് ഒരു രാജ്യം എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണോ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ പ്രൊഡ്യൂസ് ചെയ്ത സാധനം എത്തുക. അവിടെ നമ്മൾ പ്രൊഡക്ഷൻ കാണും, അതിനൊപ്പം തന്നെ ഡിസ്ട്രിബ്യൂഷനും കാണും കേട്ടോ. എങ്ങനെയാണ് വിതരണം ചെയ്യപ്പെടുക. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ PDS അഥവാ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ സിസ്റ്റം ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ റേഷൻ കടയും സപ്ലൈകോ ഒക്കെ അതിന് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് വൈ ഡു എക്കണോമിക് പ്രോബ്ലംസ് അറൈസ്. എന്തുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇത് 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. അപ്പൊ മക്കൾക്ക് വെച്ചാൽ ഇതിൽ കൂടുതൽ കാരണങ്ങൾ കണ്ടെത്താം. നമുക്ക് വളരെ ഷോർട്ട് ആയിട്ടുള്ള ടൈമിൽ കുറെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതുകൊണ്ട് സാർ 2 കാര്യങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. നമ്മൾ പറയും ഈ പറഞ്ഞിട്ടുള്ള മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. റിസോഴ്സസ് ആർ ലിമിറ്റഡ്.
ഈ 2 കാരണങ്ങളാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാം ഉണ്ടാവാൻ കാരണം. അതായത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ ലോകത്ത് നമ്മൾ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള റിസോഴ്സസ് നമ്മൾ ചോദിക്കുമ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ലേ? പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ആവശ്യങ്ങൾ വളരെയധികം കൂടുതലാണ്, റിസോഴ്സസ് വളരെ കുറവാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്, ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടായി വരാൻ കാരണമാവുന്നത്. അപ്പൊ ഇതേപോലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എന്റെ മക്കൾക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ യെസ് ആർന്ന് കമന്റ് ചെയ്യാം മക്കളെ. നമുക്ക് ഇനിയും കാണാം. ഓണത്തിനായിട്ടുള്ള പ്രിപ്പറേഷൻസിൽ നിങ്ങളുടെ കൂടെ ഫ്യൂച്ചർ ഫാമിലി എന്നും ഉണ്ടാവും. സോഷ്യൽ സയൻസിൽ ഹരി സാർ നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവും. താങ്ക് യു സോ മച്ച് മക്കളെ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ. ഹാപ്പി ലേണിംഗ്.